സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി 22% നിന്നും 25%ആക്കിയാണ് DA ഉയർത്തിയത്. ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ ഒരു ഗഡു ലഭിക്കും. ശേഷിക്കുന്ന കുടിശ്ശിക മാർച്ചിൽ നൽകും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാർ. 3% വർധനവാണ് വരുത്തിയിട്ടുള്ളത്. DA കുടിശ്ശിക തീർത്തു നൽകുമെന്ന് ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പം ലഭിക്കുന്ന വിധത്തിലാണ് നിലവിലെ ഉത്തരവ് വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന കുടിശ്ശിക മാർച്ചിൽ നൽകും. അതിന് പ്രത്യേകം ഉത്തരവിറക്കും. DA 22% നിന്ന് 25%ആക്കിയാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വസിക്കാവുന്ന വാർത്തയാണ് 12ാം ശമ്പള കമ്മീഷനിലൂടെ ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സുപ്രധാന നീക്കമാണിതെന്നും DA കുടിശ്ശിക 3 മാസത്തിനകം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ കുടിശ്ശികയുള്ള മുഴുവൻ DAയും നൽകാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്യും. ബാക്കിയുള്ള കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. DA, DR കുടിശ്ശികകൾ ഘട്ടം ഘട്ടമായി പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തന്നെ കുടിശ്ശികകൾ തീർക്കുന്നതിന് ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് പുനഃസ്ഥാപിക്കുമെന്നും ധനമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.